ഹായ്, എവല്യൂഷൻ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും തമ്മിലുള്ള വ്യത്യാസം. ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സ്ട്രക്ചർ ആയിരിക്കും, പക്ഷെ ഡിഫറെന്റ് ഫംഗ്ഷൻ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ് അനലോഗസ് ഓർഗൻസ്, ഡിഫറെന്റ് സ്ട്രക്ചർ ആയിരിക്കും, പക്ഷെ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. ഹോമലോഗസ് ഓർഗൻസ് സൂചിപ്പിക്കുന്നത് ഡൈവേർജന്റ് എവല്യൂഷൻ, അതായത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും പലതായി വിഭിന്നമായി പോകുന്നതാണ് ഡൈവേർജന്റ് എവല്യൂഷൻ. അതുകൊണ്ടാണ് അവർക്ക് ഒരേ സ്ട്രക്ചർ ആയിട്ടും ഡിഫറെന്റ് ഫംഗ്ഷൻ ആയിട്ട് അത് മാറുന്നത്. അനലോഗസ് ഓർഗൻസ് സൂചിപ്പിക്കുന്നത് പല ജീവികൾ ഒരേ സ്ഥലത്തേക്ക് വരികയും അങ്ങനെ ഒരേ അഡാപ്റ്റേഷൻ അവർക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. സോ സച്ച് എവല്യൂഷൻ ഈസ് കോൾഡ് കൺവേർജന്റ് എവല്യൂഷൻ. അതിനെയാണ് കൺവേർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത എക്സാമ്പിൾസ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാധനമാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഹോമലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ ആണ് 4 limbs ഓഫ് മാൻ, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ്. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. അടുത്ത വെർട്ടിബ്രേറ്റ് ഹേർട്ടും വെർട്ടിബ്രേറ്റ് ബ്രെയിനും ഹോമലോഗസിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ തോൺസ് ഓഫ് ബൊഗൈൻവില്ല, ടെൻഡ്രൽസ് ഓഫ് കുക്കുർബിറ്റ, ഇതും ഹോമലോഗസിന്റെ എക്സാമ്പിൾ ആണ് ചെടികളിൽ നോക്കിക്കഴിഞ്ഞാൽ. അതേപോലെ അനലോഗസിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വിങ്സ് ഓഫ് ബേർഡ്സും ബട്ടർഫ്ലൈസും ഒരു എക്സാമ്പിൾ ആണ്. ഐസ് ഓഫ് ഒക്ടോപ്പസും മാമൽസും, രണ്ടും ചെയ്യുന്നത് ഒരേ ഫംഗ്ഷൻ ആണെങ്കിലും സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, രണ്ടും നീന്താനാണ് ഉപയോഗിക്കുന്നതെങ്കിലും സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ, ഒരാള് സ്റ്റെം ആണ്, ഒരാൾ റൂട്ട് ആണ്, ഒരാൾ സ്റ്റെം ആണ്, പക്ഷെ ഫംഗ്ഷൻ സെയിം ആണ്, ഫുഡ് സ്റ്റോറേജ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും.